ഇന്ന് ഡിസംബർ 18 വേൾഡ് അറബിക് ലാംഗ്വേജ് ഡേ. അറബി ഭാഷയുടെ അനന്യസാധാരണമായ സവിശേഷതകളിലേക്കും അത് അന്തർവഹിക്കുന്ന വൈജ്ഞാനിക സാംസ്കാരിക പൈതൃകങ്ങളിലേക്കും ലോക ശ്രദ്ധ തിരിക്കാനായി ഒരു ഡിസംബർ 18 കൂടി സമാഗതമായിരിക്കുകയാണ്. യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ 2010 മുതൽ എല്ലാ വർഷവും ഈ ദിനം ആചരിച്ചു വരികയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയായി അറബിയെ പ്രഖ്യാപിക്കപ്പെട്ടത് 1973 ഡിസംബർ 18 ബഹുഭാഷാപരതയും സാംസ്കാരിക നാനാത്വവും കൊണ്ടാടുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. സഹസ്രാബ്ദങ്ങൾക്ക് ശേഷവും വിനിമയ സാഹിത്യരംഗങ്ങളിൽ ക്ലാസിക്കൽ ഭാഷകളിൽ അദ്വിതീയ സ്ഥാനം ഈ ഭാഷ അലങ്കരിക്കുന്നതിന്റെ പ്രധാന ഹേതു അതിന്റെ ഔന്നത്യവും മഹത്തായ പൈതൃകവുമാണ്. പ്രവാചകനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ സാമിന്റെ കാലം മുതൽ സംസാരിച്ചു തുടങ്ങിയ സെമിറ്റിക് ഭാഷകളിൽ പലതും കാലക്രമേണ നാമാവശേഷമായെങ്കിലും ഇന്നും അറബി പുതിയ ലോകത്തിന്റെ പുരോഗതിക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക ജനസംഖ്യയിൽ 1/4 പേർ സംസാരിക്കുന്നതും ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം നേടിയ 6 ഭാഷകളിൽ ഒന്നും ഏഷ്യൻ ആഫ്രിക്കൻ പ്രവിശ്യകളിലെ 22 രാജ്യങ്ങളിലെ 40 കോടി ജനങ്ങളുടെ ഔദ്യോഗിക ഭാഷയും കൂടാതെ 160 കോടി മുസ്ലിങ്ങളുടെ ആരാധനാ ഭാഷയുമാണ് ഈ അറബി ഭാഷ എന്ന് പറയുന്നത്. ലോകരാജ്യങ്ങളുമായി അഭേദ്യ ബന്ധം സ്ഥാപിച്ച അറബി ഭാഷയാണ് ലോകസഞ്ചാരികളുടെ ഭൂപട ഭാഷകളിലൊന്ന്. വ്യക്തമായി ലിഖിതപ്പെടുത്താനും ആഖ്യാനം ചെയ്യാനും കഴിയാവുന്നത് എന്നർത്ഥമാണ് അറബി എന്ന പദത്തിനുള്ളത്. മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ, ഉറുദു, ഹിന്ദി തുടങ്ങിയ നിരവധി ഭാഷകളിൽ അറബി ഭാഷയുടെ സ്വാധീനം കാണാം. ലാ, റദ്ദ്, ഖലാസ് തുടങ്ങിയവ മലയാളികളുടെ നിത്യോപയോഗ പദങ്ങളാണ്. തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീമൂലം തിരുനാളാണ് കേരളത്തിൽ ആദ്യമായി സ്കൂൾ പാഠ്യപദ്ധതിയിൽ അറബി ഉൾപ്പെടുത്തിയത്. 1909 മർഹൂം ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി വാഴക്കാട്ട് തുടങ്ങിയ സ്ഥാപനമാണ് കേരളത്തിലെ ആദ്യ അറബി ഭാഷാ കോളേജ്. ആധുനിക ലോകത്ത് വാണിജ്യ വ്യവസായിക മേഖലയിലും അറബി ഭാഷാ പരിജ്ഞാനവും കഴിവും അനിവാര്യമായി വരികയാണ്. അതുകൊണ്ട് തന്നെ ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ അറബി പഠനം ജീവിത മാർഗമായി മാറിക്കഴിഞ്ഞു. പാശ്ചാത്യ ലോകത്ത് അറബി, ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനമുള്ളവർക്ക് വിവിധ മേഖലയിൽ തൊഴിൽ സാധ്യതകൾ തുറന്നു കിടക്കുകയാണ്. തൊഴിൽ വാണിജ്യ മേഖലകളിലെ വർദ്ധിച്ചു വരുന്ന സാധ്യതകൾ മനസ്സിലാക്കി അമേരിക്ക, ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രമുഖ സർവകലാശാലകളിൽ അറബി ഭാഷ മുഖ്യ പഠന വിഷയമാക്കിയിരിക്കുകയാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കണക്കുകൾ ചെയ്യാനും എഴുതാനും ഫോണിലും ഉപയോഗിക്കുന്ന അക്കങ്ങളിൽ 0 മുതൽ 9 വരെ ഇത് അറബി അക്കങ്ങളാണ്. ഹിന്ദു അറബിക് അക്കങ്ങളെന്നും ഇവ അറിയപ്പെടുന്നുണ്ട്. BC 1900 ജീവിച്ച യഅ്റബ് ബിൻ ബഖ്താനാണ് അറബി ഭാഷയുടെ പിതാവായി അറിയപ്പെടുന്നത്. ഇവരുടെ പേരിലേക്ക് ചേർത്താണ് അറബി എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു. എന്നാൽ ഇറാബ് അറബി ഭാഷയുടെ വർണ്ണഘടന ഉള്ള ഏക ഭാഷയായതിനാലാണ് അറബി എന്ന് പേര് വന്നത് എന്നും പറയപ്പെടുന്നു. അറബ് ഭാഷ കേവലമായ വാർത്താവിനിമയോപാധി എന്നതിനേക്കാൾ ഉപരി അത് ഉൾക്കൊള്ളുന്ന വിശ്വ മഹാസംസ്കാരത്തിന്റെ പരിച്ഛേദം കൂടിയാണ്. അറബ് ഭാഷ ഒരേ സമയം സംസ്കാരവും ജീവിത ചിന്തയുമാണ്. അറബ് ഭാഷയുടെ നാനാവിധങ്ങളായ സാധ്യതകളിലേക്ക് മെഴുതുറക്കാനായി ഈ ഒരു ഭാഷാദിനം നമുക്ക് സഹായകമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഹൃദ്യമായ അറബ് ഭാഷാ ദിന ആശംസകൾ.